ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ജോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതാണ്. ജോ ഭയങ്കര ഗൗരവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മിങ് ആ സമയം ഉറക്കെഴുന്നേറ്റ് വരാണ്. ഇന്നലെ രാത്രി മിങ് ജോയിനെ പേര് മാറ്റി ടോങ്ങെന്ന് വിളിച്ചതൊന്നും തന്നെ മിങ്ങിന് ഓർമ്മയുണ്ടായിരുന്നില്ല. മിങ് ജോയുടെ അടുത്ത് വന്നിരുന്നിട്ട് നീയാണോ ഇന്നലെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. ജോ അതിന് അല്ല, നീ സ്വയം വന്നതാണെന്ന് പറയാണ്. മിങ് അപ്പോൾ അതൊന്നും തന്നെ അവൻ ഓർമ്മയില്ല എന്ന് പറയാണ്. ജോ ആ സമയം ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് എടുത്ത് മിങ്ങിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ പോകാമെന്ന് പറഞ്ഞ് പോകാനായി ഇറങ്ങാണ്. മിങ് ആ സമയം ജോയുടെ അടുത്ത് ഇന്ന് നീ തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവുമോ എന്ന് ചോദിക്കുകയാണ്. ജോ അതിന് ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേസമയം ഡയറക്ടറിനെയും ടോങ്ങിനെയും കാണിക്കുമ്പോൾ അവരുടെ ഷൂട്ടിംഗ് സെറ്റിൽ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് തർക്കം നടത്താണ്. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ പ്രസ് കോൺഫറൻസ് നടത്തുന്നതിൻ്റെ ഡേറ്റ് എല്ലാം തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ടോങ് അനൗൺസ് ചെയ്ത പ്രസ് കോൺഫറൻസിൻ്റെ ഡേറ്റ് മാറ്റണമെന്നും തനിക്ക് ആ ദിവസം വരാൻ പറ്റില്ല എന്നും പറയാണ്. ഡയറക്ടർ പക്ഷേ മാറ്റാൻ പറ്റില്ല, നിനക്ക് വേണ്ടി പല പ്രാവശ്യം ഡേറ്റ് മാറ്റുക, ഷൂട്ടിംഗ് മാറ്റുക എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി അതൊന്നും നിനക്ക് പറ്റത്തില്ല. നീയാണെങ്കിൽ ക്രൂവിലുള്ളവരെക്കുറിച്ച് ഒന്നാലോചിച്ച് നോക്ക്, അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുന്നേക്കെന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ ജോ അങ്ങോട്ടേക്ക് വരാണ്. ജോ വന്നിട്ട് ജോയുടെ അടുത്തേക്ക് ചെന്നേക്കാണ്. ജോജോ അപ്പോൾ ഡയറക്ടറും ടോങ്ങും തമ്മിൽ അടി നടക്കുവാണെന്ന് ജോയോട് പറയാണ്. അങ്ങോട്ടേ സമയം വിട്ടു വന്നിട്ട് ഡയറക്ടറിനോടും ടോങ്ങിനോടും ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാനായി പറയാണ്. ഡയറക്ടർ അപ്പോൾ ഞാൻ ഡേറ്റ് മാറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെയറിൽ ചെന്നിരിക്കുകയാണ്. ടോങ്ങും എങ്കിൽ പിന്നെ നിങ്ങൾ എനിക്ക് പകരം മറ്റാരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അങ്ങോട്ട് എൻ്റെ സ്ഥാനത്ത് അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാൻ നിൽക്കുകയാണ്. ഡയറക്ടർ ഇപ്പോൾ ടോങ്ങിനെ വിളിച്ചിട്ട് നീ എന്താ എനിക്ക് വേറെ ആരെയും കിട്ടത്തില്ലെന്നാണോ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ജോയോട് നീ കുറേ നാളായി ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ടല്ല അഭിനയിക്കുന്നത്, ഞാൻ നിനക്കിപ്പോൾ മെയിൻ ലീഡായിട്ട് അഭിനയിക്കാൻ അവസരം തരുവാന്ന് പറയാണ്. ടോങ് അപ്പോൾ തൻ്റെ റോള് ജോയ്ക്ക് കൊടുത്തു കണ്ടിട്ട് ജോയെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോയും വുട്ടിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതാണ്. വുട്ട് ആരോട് ഫോണിൽ സംസാരിക്കായിരുന്നു, അത് ആരാണെന്ന് പറയുന്നില്ല. പക്ഷേ സംസാരം കണ്ടിട്ട് ഇവരെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരാളാണെന്നും തീരുമാനങ്ങളെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണെന്നും മനസ്സിലാവുന്നുണ്ട്. അയാളോട് വുട്ട് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ ജോയിനെ ടോങ്ങിൻ്റെ സ്ഥാനത്ത് മെയിൻ ലീഡായിട്ട് അഭിനയിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോ വുട്ടിനോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. വുട്ടപ്പോൾ ആ റോള് ചെയ്യണോ വേണ്ടത് നീ തന്നെ തീരുമാനിക്കാനായിട്ട് പറഞ്ഞു എന്ന് പറയാണ്. ആട്ടന് ജോ ഞാനെന്ത് തീരുമാനമാണ് പറയേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആട്ടൻ്റെ നമ്മുടെ ജോയുടെ മൈൻഡിൽ കഴിഞ്ഞ ദിവസം മിങ് നമ്മുടെ ജോയിനെ ടോങ് എന്നും പറഞ്ഞ് വന്ന് വിളിച്ച കാര്യം കോർക്കാണ്. ആ ടൈം നമ്മുടെ ജോയുടെ മൈൻഡിൽ മിങ് ആണെങ്കിൽ തന്നെ വെറും ടോങ്ങിനെ സ്റ്റാൻഡിനായിട്ടാണ് കാണുന്നത്. സ്റ്റാൻഡിനായത് കൊണ്ട് മാത്രമാണ് ടോങ്ങിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ജോയുടെ മൈൻഡിൽ ഇങ്ങനെ കയറി വരാണ്. അങ്ങനെ ആ ഒരു വാശിയിൽ നമ്മുടെ ജോ വുട്ടിനോട് ഞാൻ അഭിനയിക്കാമെന്ന് പറയാണ്. ആട്ടേനെ വുട്ട് നീ ഉറപ്പിച്ച് തീരുമാനിച്ച് തന്നെയാണോ നിനക്ക് മെയിൻ ലീഡായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടണമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വരണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. കാരണം നീ ഇപ്പോൾ ടോങ്ങിൻ്റെ ഈ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ടോങ്ങിൻ്റെ ഫാൻസ് എല്ലാവരും നിനക്കെതിരെ വരും, നിന്നെ താഴ്ത്താൻ ശ്രമിക്കുമെന്ന് പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ എനിക്കതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല, ടോങ്ങിൻ്റെ ഫാൻസിന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവൻ പറഞ്ഞ തീരുമാനം വുട്ടാണെങ്കിൽ നേരത്തെ കോൾ ചെയ്ത ആ ഒരാളെ വിളിച്ച് പറയാണ്. ആ ടൈമിന് അയാളാണെങ്കിൽ വുട്ടിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതും വുട്ടാണെങ്കിൽ അയാളിനോട് ദേഷ്യപ്പെട്ടു. നീയാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യൂന്ന് കരുതിയിട്ടാണ് അയാൾ നിൻ്റെ അടുത്ത് തീരുമാനം എടുക്കാൻ പറഞ്ഞത്, എന്നാൽ നീ ഇപ്പോൾ സമ്മതിച്ചത് കണ്ടിട്ട് അയാൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്ന് വുട്ട് പറയാണ്. ജോ ആ സമയം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റോളിൽ നിന്ന് മാറാമെന്ന് പറഞ്ഞപ്പോൾ വുട്ട് മാറണ്ട, നിനക്ക് അഭിനയിക്കാനായിട്ട് അയാൾ അപ്രൂവ് തന്നിട്ടുണ്ട്, എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം നീയാണെങ്കിൽ കറക്റ്റായിട്ടെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്ക് പണിയാവുമെന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഞാനിത് ചെയ്തോളാം എന്ന് പറയാണ്. ആ ടൈം വുട്ട് എന്ത് പറ്റി നീ ഇപ്പോൾ ഇതെല്ലാം ചെയ്യാമെന്ന് പറയുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ വുട്ടിനോട് ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ, അവിടെ വരുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോയും വുട്ടും കൂടെ ആയിട്ട് വുട്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അവരവിടെ ചെന്നപ്പോഴത്തേക്കും വുട്ടിൻ്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ പേര് ജായ എന്നാണ്. ജായ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ജായനെ കണ്ടിട്ട് ജോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം ജാ നമ്മുടെ ജോയിയുടെ അടുത്ത് നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ജോ ആ സമയം ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വുട്ടും ജായും വേണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ജോ ആണെങ്കിൽ ഇവിടെ സോഫയിൽ ഇരിക്കുകയാണ്. അവരുടെ ഇടയിൽ ചെന്ന് അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാണ്. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ടൈമിന് ജാ ആണെങ്കിൽ നമ്മുടെ വുട്ടിനോട് കുറച്ചു മുമ്പേ നേരത്തെ ഇൻ്റർനാഷണൽ ആ പ്രൊഡക്ഷൻ ടീമുകാർ വിളിച്ചിട്ട് അവർക്കൊരു സ്റ്റണ്ട് മാനെ വേണമെന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു എന്ന് പറയാണ്. ഈ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീം. അപ്പോൾ ഇത് കേട്ടത് വുട്ടാണെങ്കിൽ വേണ്ട, നമുക്ക്
നിനക്ക് സ്റ്റണ്ട് മാനിനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് നീ അവരോട് ഉറപ്പിച്ച് തരണം, കാരണം അവർ ലൈസൻസ് ഇല്ലാത്ത പ്രൊഡക്ഷൻ ടീമാണെന്ന് ഉട്ട് പറയാണ്. അപ്പോൾ ജയ ആണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അതിന് നമ്മുടെ ജോ ആണെങ്കിൽ ഉട്ടിനോട് മിങ്ങും ഞാനും ബ്രേക്കപ്പായി, മിങ് എന്നെ സ്നേഹിച്ചത് ഞാൻ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായത് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉട്ടിന് മനസ്സിലാവാണ്. ഉട്ടപ്പോൾ അപ്പം അതുകൊണ്ടാണല്ലേ നീ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് നീ വെറും ഒരു സ്റ്റാൻഡിനല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്, എന്തായാലും മിങ്ങുമായിട്ടുള്ള കണക്ഷൻ നീ വിട്ടത് നന്നായി എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ മുഴുവനായിട്ട് വിട്ടിട്ടില്ല, മിങ്ങിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ ഇങ്ങോട്ടാണ് വന്നത്, ഞാൻ മിങ്ങിനോട് സംസാരിച്ചേ ഇല്ലെന്ന് പറയാണ്. ആ ഒരു ടൈമിൽ കറക്റ്റ് മിങ്ങ് കോൾ ചെയ്യാണ്. ഉട്ടപ്പോൾ മിങ്ങാണ് കോൾ ചെയ്തതെന്ന് കണ്ടിട്ട് ജോയോട് നീ കോൾ എടുക്ക്, നീ സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർക്ക്, കാരണം മറ്റന്നാളാണ് പ്രസ് കോൺഫറൻസ്, നമുക്ക് അതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം, നീ ചെന്ന് മിങ്ങിനോട് ബ്രേക്കപ്പ് ആവുന്നതിനെ കുറിച്ചെല്ലാം പറയാനായിട്ട് പറയാണ്. അങ്ങനെ ജോ ആണെങ്കിൽ ശരി ഞാൻ കോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യാണ്. മിങ്ങ സമയം ജോയിലെടുത്ത് നീ ഇത് എവിടെയാണ്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ എന്താ നേരത്തെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ജോ ആ സമയം അത് പിന്നെ തിരക്കിലായിരുന്നു എന്ന് പറയാണ്. മിങ്ങപ്പം ജോയോട് നീ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുകയാണ്. ജോ ആ സമയം നീ നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയാണ്. മിങ്ങ സമയം നീ എന്താ പറഞ്ഞത് നീ എന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ നീ ബാഗ് പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറയാണ്. ആ സമയം മിങ്ങ് നീ എന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് വെച്ചിട്ട് കോള് കട്ടാക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജോ ആണെങ്കിൽ നമ്മുടെ കുട്ടിൻ്റെ ആ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വരുന്നതാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി മിങ്ങ് ഉണ്ടായിരുന്നു. മിങ്ങ് ജോവിനെ കണ്ടിട്ട് അവനോട് എന്താ എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ്. ജോ ആ സമയം നിൻ്റെ ബാഗ് പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. മിങ്ങ് അതിന് മറുപടി കൊടുക്കാതെ ജോയിൻ്റെ കൈയും പിടിച്ചിട്ട് അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തിയ ശേഷം നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ടൈം ജോ ആണെങ്കിൽ ഞാനെന്ത് കാണിക്കാനാ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നോട് പറഞ്ഞല്ലേ എന്ന് പറയാണ്. ആ സമയം മിങ്ങ് നീ എന്നെ നിൻ്റെ വീട്ടിലേക്ക് കയറ്റി എന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാനായിട്ട് പറയുവാണെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിനക്കാരാണെന്നും മിങ്ങ് ചോദിക്കുന്നുണ്ട്. ജോ ആ സമയം തിരിച്ച് ഞാൻ നിനക്കാരാ, ടോങ്ങിൻ്റെ വെറും ഒരു സ്റ്റാൻഡിൻ മാത്രമല്ലേ എന്ന് പറയാണ്. ആ സമയം മിങ്ങ് അങ്ങനെയൊന്നുമല്ല, നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ എനിക്കെല്ലാം അറിയാം, അന്ന് നീ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ പുറകിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ടോങ് എന്നാണ് വിളിച്ചത്, നിനക്ക് ശരിക്കും ടോങ്ങിനെയാണ് ഇഷ്ടം, ടോങ്ങിനെ കിട്ടാത്തതിൻ്റെയാണ് നീ ഈ കാണിക്കുന്ന മൊത്തമെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. ആ സമയം മിങ്ങ് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഒരു അവകാശം നിനക്കില്ല, ഞാൻ നിന്നോട് വീട്ടിൽ വരാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് വീട്ടിൽ വരണമെന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ നീ ഫസ്റ്റ് നിൻ്റെ സാധനങ്ങളെടുത്ത് പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാണ്. ആ സമയം മിങ്ങ് എനിക്ക് ഓർഡർ തരാൻ മാത്രം നിനക്ക് അധികാരമൊന്നുമില്ല, മര്യാദയ്ക്ക് വീട്ടിൽ വന്നോ, നിന്നോട് ഞാൻ പറയുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയിനെ വിടാതെ പിടിച്ചു വെച്ചൊക്കെയാണ്. ആക്ച്വലി എനിക്ക് മിങ്ങിനെ കണ്ടു കഴിയുമ്പോൾ എനിക്കവനെ ശരിക്കും അടിക്കണമെന്നുണ്ട്. ജോ ഒരു തെറ്റും ചെയ്യാതെയാണ് അവൻ ഇങ്ങനെ ഹേർട്ടായിക്കൊണ്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മിങ്ങിനെ ഇപ്പം ഇഷ്ടം പോലും അല്ല, അതൊരു ക്യാരക്ടറാണ്, പക്ഷേ എന്നാലും ആ ഒരു ക്യാരക്ടറോട് എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. ആക്ച്വലി മിങ്ങും ജോയും സെറ്റാവണമെന്നും എനിക്ക് പേഴ്സണലി തീരെ താല്പര്യമില്ല ഗൈസ്, എന്തുകൊണ്ടാണെന്നറിയത്തില്ല. മിങ്ങ് ഭയങ്കരമായിട്ട് സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ജോയും സോളും സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നാറുണ്ട്, പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, പക്ഷെ നടക്കുമെന്ന് തോന്നില്ല. എൻ്റെ ഇതേ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരിക, നമുക്കൊരു ടീമായിട്ട് ഇക്കാര്യത്തിൽ നിൽക്കാം, ആരെങ്കിലും ഒരു കൂട്ടിന് വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയിനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം കറക്റ്റ് സോള് വന്നിട്ട് നമ്മുടെ മിങ്ങിൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് നീ നിൻ്റെ വീട്ടിൽ പോകാനായിട്ട് പറയാണ്. ആ സമയം മിങ്ങ് ഇക്കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോളിൻ്റെ മുടി കയറി പിടിക്കുകയാണ്. നമ്മുടെ മിങ്ങിൻ്റെ മുടിയിൽ നമ്മുടെ സോള് പിടിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ അവിടെ കിടന്ന് അടിയാവാണ്. ആദ്യമൊക്കെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് മുടി പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും വിടുന്നില്ല, ഭയങ്കര പവറിൽ തന്നെ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ തടയത്തിൽ ജോയ്ക്കും കിട്ടുന്നുണ്ട്. ജോയിനെ അവനെ മനഃപൂർവ്വം അടിക്കുന്നതല്ല, എന്നാൽ മിങ്ങ് സോളിനെ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് സോൾ ഒഴുങ്ങി മാറുമ്പോൾ ആ അടി ജോയ്ക്ക് കിട്ടുന്നതായിരുന്നു. പക്ഷേ ആ കിട്ടുന്ന അടിയെല്ലാം ഒന്നൊന്നര അടികൾ തന്നെയായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് അടി നിർത്താനായിട്ട് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്. എന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. അങ്ങനെ മിങ് അവിടെ നിന്ന് പോവാണ്. മിങ് പോയി കഴിഞ്ഞ് ഇത് മുട്ടാണെങ്കിൽ ജോയ് എടുത്ത് നിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കാനല്ലേ പറഞ്ഞത്, ഇതുവരെയായിട്ട് സോൾവ് ആക്കിയില്ലേ, നാളെയാണ് സിനിമയുടെ പ്രസ് കോൺഫറൻസ്, ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഇടപെടണോ അതോ നീ അത് സ്വയം ചെയ്തോളൂ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്യാമെന്ന് പറയാണ്. ആ സമയം ഞാനും വീട്ടിലേക്ക് നിൻ്റെ കൂടെ വരാം, എനിക്ക് അവനെ തീരെ വിശ്വാസമില്ല എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് വേണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതാണ്. ആ സമയം
സമയം മിങ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. മിങ് ആ സമയം അവസാനത്തിൽ തിരിച്ച് വീട്ടിലെത്തിയോ എന്നിങ്ങനെ പറയാണ്. ആ സമയം ജോ നോക്കിയപ്പോൾ മിങ് അവൻ്റെ ബാഗ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ മിങ് ബാഗ് പാക്ക് ചെയ്യാതെ നിൽക്കുന്ന കണ്ടിട്ട് ജോ ആണെങ്കിൽ നീ എൻ്റെ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മിങ് ആ സമയം നീ സീരിയസ് ആയിട്ട് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാടോ? നീ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്നെ ഇവിടെ തന്നെ നിർത്തിക്കൂടെ? നമുക്ക് പഴയതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാം. എന്നെക്കാളും നല്ലൊരു ബോയ് ഫ്രണ്ട് നിനക്ക് വേറെ എവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ അതെ എനിക്ക് നിന്നെക്കാളും വേറെ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടൂല, അതുകൊണ്ടാണ് പറഞ്ഞത് സമയം കളയാതെ പെട്ടിയെടുത്ത് ഇറങ്ങാൻ. നീ പോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ജോ അവൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യാനായി തുടങ്ങാൻ പോവാണ്. ആ സമയം മിങ് വന്ന് ജോയിനെ തടഞ്ഞു വെച്ചിട്ട് ജോ പ്ലീസ്, നടന്ന കാര്യങ്ങളെല്ലാം നീ മറന്നേക്ക്, നമുക്ക് പഴയതുപോലെ ഇരിക്കാം, നമ്മൾ മുമ്പ് എന്ത് ഹാപ്പി ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഹാപ്പി ആയിരുന്നു, നമ്മൾ രണ്ടുപേരും ശരിക്കും ഹാപ്പി ആയിരുന്നു, എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാൻ വെറും ഒരു സ്റ്റാൻഡിനാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു, ഇതെല്ലാം എൻ്റെ തെറ്റാണെന്ന് പറയാണ്. ആ സമയം മിങ് ജോയിനെ വിടാതെ ഹഗ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ മിങ് എന്നെ മര്യാദയ്ക്ക് വിട്ടേക്ക്, ഞാൻ പോവുകയാണ്, എനിക്ക് ഓർക്കാനായിട്ട് കുറച്ച് നല്ല മെമ്മറീസ് ഉണ്ട്, ഞാൻ അതെങ്കിലും വെച്ച് ജീവിച്ച് പൊക്കോട്ടെ, എന്നെ വിട്ടേക്കാനായിട്ട് പറയാണ്. അപ്പോഴും മിങ്ങനെ വിടുന്നുണ്ടായിരുന്നില്ല ജോ. ആ സമയം എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരാളുടെ സ്റ്റാൻഡിനായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഞാൻ ഒരാളുടെ സ്റ്റാൻഡിനല്ല, എനിക്ക് എൻ്റേതായ കുറച്ച് അഭിമാനമുണ്ട്, എന്നെ മര്യാദയ്ക്ക് വിടാനായിട്ട് പറയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് മിങ് നമ്മുടെ ജോയിനെ വിടാണ്. ആ ഒരു ടൈമിന് മിങ്ങിന് ടോങ്ങിൻ്റെ കോൾ വരാണ്. അങ്ങനെ അതാണെന്ന് മനസ്സിലായതും ടോങ് വിളിച്ചല്ലോ ചെന്ന് കോൾ എടുക്കാനായിട്ട് ജോ പറയാണ്. മിങ് പക്ഷേ നമ്മുടെ ടോങ്ങിൻ്റെ കോൾ ഒഴിവാക്കി വിടത്തൊന്നുമില്ല, എന്തായാലും അവൻ കോൾ എടുക്കും. അവൻ കോൾ എടുക്കുകയും ചെയ്തു. അവനങ്ങനെ കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ടോങ് ആണെങ്കിൽ മിങ്ങിനോട് നീ ഒരു കാര്യം അറിഞ്ഞോ, ഡയറക്ടർ എന്നെ പുതിയ സിനിമയിൽ നിന്ന് പുറത്താക്കി, എന്നിട്ട് എൻ്റെ സ്ഥാനത്ത് അവിടെ ജോയിനെ പിടിച്ചു നിർത്തി, അതുമാത്രമല്ല അതിൻ്റെ കൂടെ സോളും വരുന്നുണ്ട്, കണ്ടിട്ട് സോളാണെങ്കിൽ അവൻ്റെ ഹീറോ ആയിട്ട് അവൻ്റെ പേരായിട്ട് അവൻ്റെ കൂടെ അഭിനയിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ എങ്ങനെയും അതൊക്കെ ഒന്ന് തടയി, ഇത് വുട്ടിൻ്റെ പ്ലാനാണ്, വുട്ടിന് അവൻ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ ഫേമസ് ആക്കാനായിട്ടാണ് ഇപ്പോൾ എന്നെ മാറ്റിയിട്ട് ജോയിനെ പിടിച്ച് നായകനാക്കിയിരിക്കുന്നത്, നാളെയാണ് സിനിമയുടെ പ്രസ് കോൺഫറൻസ്, എന്തെങ്കിലും ചെയ്തിട്ട് ജോ ആ പ്രസ് കോൺഫറൻസിന് വരാതിരിക്കുന്നത് നീ തടയി, എന്നാലേ അവൻ അതിൽ അഭിനയിക്കാതിരിക്കുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതും മിങ്ങാണെങ്കിൽ ഓക്കെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ജോ ഒരിക്കലും ആ പ്രസ് കോൺഫറൻസിന് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. ടോങ് ആണെങ്കിൽ സോളിൻ്റെ കാര്യം കൂടെ എടുത്തിട്ടിട്ട് നമ്മുടെ മിങ്ങിനെ മനപ്പൂർവ്വം എരിപിരി കയറ്റി വിട്ടാണ്. പിന്നെ മിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടല്ലോ, അവന് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയുടെ അടുത്ത് അപ്പോൾ ഇതായിരുന്നല്ലേ നിൻ്റെ പ്ലാൻ, നിനക്ക് സോളിൻ്റെ കൂടെ സെറ്റാവണം, അതുകൊണ്ടാണല്ലേ നീ ഇപ്പം ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയത്, ഞാനെല്ലാം അറിഞ്ഞു നിൻ്റെ പുതിയ സിനിമയും സോളുമായിട്ട് അഭിനയിക്കാൻ പോകുന്നതെല്ലാം, അപ്പോൾ ഇതായിരുന്നു നിൻ്റെ പ്ലാൻ, ഇത് കാരണമല്ലേ നീ ഇങ്ങനെ ചെയ്തത്, പിന്നെ ഇന്നലെ രാത്രി നീ തിരിച്ച് വീട്ടിൽ വരാത്തത്, നീ നിൻ്റെ സോളിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് മിന്നി നിനക്ക് വട്ടാണോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയമാണെങ്കിൽ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ഒരു കോൾ വരാണ്. അപ്പോൾ സോളായിരുന്നു വിളിച്ചത്. അങ്ങനെ ജോ ആ ഒരു കോൾ എടുത്തപ്പോൾ സോളാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ജോ ആണെങ്കിൽ പ്രശ്നമല്ല, സോൾവ് ആയി, നീ ഇവിടെ വരണ്ടാന്ന് കള്ളം പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്തതും മിങ്ങാണെങ്കിൽ എന്തോ സംഭവം എടുത്തിട്ട് നമ്മുടെ ജോയുടെ തലയ്ക്ക് അടിച്ചിടാണ്. അങ്ങനെ അവൻ്റെ ബോധപ്പെട്ട് അവരുടെ സോഫയിലേക്ക് വിടാണ്. അതിനുശേഷം കഴിയുന്ന അടുത്ത ദിവസം നമ്മുടെ ജോ ആണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. നോക്കിയപ്പോൾ അവനിപ്പോൾ മിങ്ങിൻ്റെ കൂടെയാണ്, മിങ്ങിൻ്റെ സ്ഥലത്ത് എന്തോ ആണ് അവ ഉള്ളത്. നമ്മുടെ ജോയിനെ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. അങ്ങനെ ജോ എഴുന്നേറ്റിട്ട് മിങ്ങിൻ്റെ അടുത്ത് നീ എന്തായി ചെയ്യുന്നത്, എന്നെ വീട് എനിക്ക് പോകണമെന്ന് പറയാണ്. ആട്ടന് മിങ്ങാണെങ്കിൽ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ജോ ഇതെവിടെയാണ്, എൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചപ്പോൾ മിങ് ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നെ ഇട്ടേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, കാരണം നിന്നെ അന്വേഷിച്ച് ആൾക്കാരവിടെ വരുമല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്ഥലം മാറ്റിയെന്ന് പറയാണ്. ആ ഒരു ടൈമിന് ജോ ആണെങ്കിൽ എന്നെ അഴിച്ചുവിട്, ഇന്ന് പ്രസ് കോൺഫറൻസ് ഉള്ളതാണ്, ഞാൻ പ്രസ് കോൺഫറൻസിന് പോകാതിരിക്കാൻ നീ മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതല്ലേ, എന്നെ വിടാനായിട്ട് പറയാണ്. ആ ടൈമിന് മിങ്ങാണെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ നിൽക്കാനായി പറയുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ സോളിനെ കാണിക്കുമ്പോൾ അവനോട് പ്രസ് കോൺഫറൻസിൽ റെഡി ആയിക്കൊണ്ടിരിക്കായിരുന്നു. ഇമ്മാണ് അവന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയം സോളാണെങ്കിൽ അവസാനം എനിക്ക് ജോയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ ടൈമിന് ഒട്ടങ്ങോട്ടേക്ക് വന്നിട്ട് ജോയിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ സോളും ഇമ്മും ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. സോൾ അങ്ങനെ ഞാൻ അന്വേഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒട്ടാണെങ്കിൽ വേണ്ട നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. വീണ്ടും മിങ്ങിനെയും ജോയിനെ കാണിക്കുമ്പോൾ ജോ ആണെങ്കിൽ എന്നെ അഴിച്ചുവിട്, എനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ അവനിങ്ങനെ സമാധാനത്തിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങായിരുന്നു. ആ സമയം ജോ ആണെങ്കിൽ എന്നെ വിടാൻ പറഞ്ഞപ്പോൾ മിങ് നിനക്ക് എന്നോട് ഇരുന്നൂടെയും ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ടോങ്ങിന് ആ ക്യാരക്ടർ തിരിച്ചു കിട്ടാനായിട്ട് നീ എന്തും ചെയ്യുമല്ലോ, എന്നെ ഇപ്പോൾ നീ ഇവിടെ കെട്ടി വരെ ഇട്ടേക്കുന്നില്ലേ, ആദ്യമേ ഞാൻ സോള് പറയുന്നത് അനുസരിക്കേണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ സോളിനെ കാണാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിങ്ങിന് എന്തിൻ്റെ കുഴപ്പമാണ്, അവരൊരു സൈക്കോപാത്താണോ എന്ന് വരെ എനിക്ക് ഇപ്പം ശരിക്കും തോന്നുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ മിങ് ജോയിനെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ഉട്ടിനെയും ഡയറക്ടറിനെയും കാണിക്കുകയാണ്. ആ ഒരു സമയം നമ്മുടെ ഡയറക്ടറാണെങ്കിൽ ഉട്ടിൻ്റെ അടുത്ത് ജോ എപ്പോഴാണ് വരുന്നത്, അവനിത് എവിടെ പോയി കിടക്കാമെന്ന് നോക്കിയാണ്. ആ സമയം ഉട്ട് അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, പക്ഷെ അവൻ ഉറപ്പായിട്ടും വരൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഡയറക്ടറാണെങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഒരു പ്രസ് കോൺഫറൻസ് കഴിയുമ്പോൾ അവൻ വന്നിട്ടില്ല എങ്കിൽ ജോ മാത്രമല്ല പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ നീ പോലും കാണത്തില്ല, എൻ്റെ ലൈഫ് വരെ നശിക്കുമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവാണ്. ആ സമയം ഉട്ടാണെങ്കിൽ ജോയിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഈ ഒരു സമയം അങ്ങോട്ടേക്ക് ടോങ് വരാണ്. അങ്ങനെ ടോങ് വരുന്ന കണ്ടിട്ട് നമ്മുടെ ഉട്ടാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് നീ ജോയിനെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോങ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ കൺഗ്രാജുലേഷൻ പറയാൻ വന്നേന്ന് പറഞ്ഞിട്ട് ഒരു ബൊക്കെ കൊടുക്കുകയാണ്, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. അതിനുശേഷം വീണ്ടും നമ്മുടെ മിങ്ങിനെയും ജോയിനെയും കാണിക്കുമ്പോൾ മിങ്ങാണെങ്കിൽ ജോയിനെ അവിടെ കെട്ടിയിട്ട് ഒരു ബുക്ക് വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയം ജോ മിങ്ങിനെ വിളിക്കുകയാണ്. അപ്പോൾ മിങ് ഞാൻ നിനക്ക് ഒരിക്കലും അഴിച്ചു വിടത്തില്ല എന്ന് പറയാണ്. ആ സമയം ജോ ഞാൻ അത് പറയാനല്ല വിളിച്ചത്, കുറേ കാലമായിട്ട് ഒരു കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, നിനക്ക് ടോങ്ങിനെയാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ സോളിൻ്റെയും ഇടയിലുള്ള കാര്യം നീ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മിങ് ആ സമയം അത് പിന്നെ നീ എൻ്റേതായതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് പറയാണ്. ആ സമയം ജോ ടോങ്ങിനെ മിസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു പാവക്കുട്ടി മാത്രമല്ലേ ഞാനെന്ന് പറഞ്ഞപ്പോൾ മിങ്ങാണെങ്കിൽ ജോയിനൊന്ന് നോക്കുകയാണ്. ജോ വന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ ജോയിയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് നമ്മൾ ഇത്രയും സമയം ഒരുമിച്ചുണ്ടായിരുന്നിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലേ, എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് ജോ, പ്ലീസ് നീ എൻ്റെ കൂടെ നിൽക്ക്, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് തന്നോളാം, നിനക്ക് എന്തും ഞാൻ തരുമെന്ന് പറയാണ്. ജോ ആ സമയം എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ടത് നിന്നെയാണെന്ന് പറയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് കുറച്ചൊന്ന് റൊമാൻറ്റിക്കായിട്ട് അവരിങ്ങനെ പരസ്പരം നോക്കിയിട്ട് കിസ് ചെയ്ത് തുടങ്ങാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇൻറ്റിമേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ജോ ആ സമയം ഈ കയ്യിലെ കെട്ടൊന്ന് അഴിക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ മിങ് നമ്മുടെ ജോയുടെ കയ്യിലെ കെട്ടഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മിങ് വീണ്ടും ജോയിനെ കിസ് ചെയ്യാനായിട്ട് വരാണ്. എന്നാൽ അതെല്ലാം നമ്മുടെ ജോയുടെ പ്ലാൻ ആയിരുന്നു. ജോ ആണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ മിങ്ങിൻ്റെ കൈ ലോക്ക് ചെയ്തിട്ട് താക്കോലും എടുത്ത് കുറേ ദൂരത്തേക്കായിട്ട് മാറ്റി വെച്ച ശേഷം അവിടെ നിന്ന് ചെല്ലാണ്. പക്ഷേ നമ്മുടെ ജോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പ്രസ് കോൺഫറൻസ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആ സിനിമയുടെ ഹീറോ ആയിട്ടുള്ള ജോയും അവിടെ എത്തിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജോ ആണെങ്കിൽ വന്നത് നേരെ ഉട്ടിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഉട്ടാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ജോയിനെ കണ്ടത് ഉട്ടാണെങ്കിൽ നിനക്ക് എൻ്റെ മുന്നിൽ വരെയുള്ള ധൈര്യം ഉണ്ടോ, നീ എന്ത് പണിയാണ് കാണിച്ചെന്ന് വെച്ചിട്ട് ജോയിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാണ്. ആ സമയം ജാ വന്നിട്ട് ഉട്ടിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, ഞാൻ മനഃപൂർവ്വം വരാത്തില്ല, മിങ് എന്നെ ലോക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അത് പറഞ്ഞത് നമ്മുടെ ഉട്ട് നേരെ നമ്മുടെ ജോയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. നോക്കിയപ്പോൾ കൈ ലോക്ക് ചെയ്തിട്ടിരുന്ന ആ ഒരു പാട് അവൻ്റെ കയ്യിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ജോ പറഞ്ഞത് സത്യമാണ്, നമ്മുടെ ഉട്ടിന് വിശ്വാസമാവാണ്. അപ്പോൾ നിനക്ക് അങ്ങനെ പറ്റിയോണ്ടാണല്ലേ നീ വരാത്തത്, നിൻ്റെ അടുത്ത് എന്തിനാവുമ്പോൾ അങ്ങനെ ചെയ്തത്, ടോങ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. എന്നിട്ട് ജോ ആണെങ്കിൽ ഉട്ടിൻ്റെ അടുത്ത് ഐ എം സോറി, ഞാൻ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലോ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയാണ്. ഉട്ടാ സമയം എനിക്കല്ല ബുദ്ധിമുട്ടായത്, നിനക്കാണ്. നമ്മുടെ ബോസ് നല്ല ദേഷ്യക്കാരനാണ്, അയാൾ നിന്നെ വെറുതെ വിട്ടില്ല, നിൻ്റെ പേര് അയാൾ ബ്ലാക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇനി ഒരു ഏജൻസി പോലും നിന്നെ ഒരിക്കലും എടുക്കത്തില്ല, നിൻ്റെ വർക്ക് ഇതോടെ അവസാനിച്ചു, ഇക്കാര്യത്തിൽ എനിക്കിതിനെ ഒട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ജോ ആ സമയം ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എന്നെ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് തൊട്ട് ഐ എം സോറി, ഇക്കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ജോ ആ സമയം ആ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു സ്റ്റൺമാനെ വേണമെന്നല്ലേ പറഞ്ഞത്, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മുട്ടാണെങ്കിൽ വേണ്ട, അത് ലൈസൻസ് ഇല്ലാത്ത പ്രൊഡക്ഷൻ കമ്പനിയാണ്, നീ പോകരുതെന്ന് പറയുന്നുണ്ട്. കൂടെ ജായും നമ്മുടെ ജോയിയുടെ അടുത്ത് പ്ലീസ് പോവല്ലേ, കാരണം അവരുപയോഗിക്കുന്ന ബാക്കപ്പിനുള്ള സാധനങ്ങളായാലും ഒന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ്, എന്തും സംഭവിക്കാം, ഒരാൾ മരിച്ചാൽ പോലും അവർ തിരിഞ്ഞു നോക്കത്തില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല, നീ പോകരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം ഞാൻ നിൻ്റെ ചേട്ടനായിട്ട് നിൻ്റെ അടുത്ത് നിന്ന് പറയാം, നീ പോയി കഴിഞ്ഞാൽ പിന്നെ മേലെ നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് പറയാണ്. പക്ഷേ ജോ ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല, പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സോളാണെങ്കിൽ അടുത്ത ദിവസം ഉട്ടിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരുന്നതാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ഉട്ട് അവിടെ ഇല്ല എന്ന് പറയാണ്. കറക്റ്റ് ടൈമിൽ അങ്ങോട്ടേക്ക് മിങ്ങും കയറി എന്നിട്ട് ഉട്ടിനെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഉട്ട് കയറി വരികയാണ്. ഉട്ടിനെ കണ്ടത് മിങ്ങാണെങ്കിൽ ഉട്ടിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ജോ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഉട്ടപ്പം മിങ്ങിനെ തള്ളി മാറ്റിയിട്ട് അവൻ്റെ കോളറിൽ പിടിച്ച ശേഷം അതാണ് എനിക്കും അറിയേണ്ടത്, ജോ എവിടെയാ, നീ കാരണമാണ് അവനിപ്പോൾ പോയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഇതേ സമയം ജോ ആണെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്ത് സ്റ്റൺമാനായിട്ട് അഭിനയിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ ഒരു സീനാണ് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. നമ്മുടെ ജോ ആണെങ്കിൽ ആ ഒരു സ്റ്റണ്ട് ചെയ്യാൻ പോകുന്നത് അത് ഈ ഒരു ടീമിൻ്റെ കീഴിലുള്ള സ്റ്റണ്ടായിരുന്നു.
അങ്ങനെ ജോ അവിടെ എത്തിക്കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജോ അവിടെ റെഡി ആവുകയാണ്. അങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മിങ് ജോയിനെ കോൾ ചെയ്തത്. എന്നാൽ സംസാരിച്ച് തുടങ്ങിയതും കോൾ കട്ടായതായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ അതല്ല, ഈ ഒരു സീനിൽ കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ മിങ്ങും ജോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മിങ് വിളിച്ചതും ജോ കോൾ എടുക്കുകയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വാ, നിനക്ക് വേണ്ടത് എന്തും ഞാൻ തരാം, ഇനി ഒരിക്കലും ആരുടെയും സ്റ്റാൻഡിനായിട്ട് നിന്നെ അഭിനയിക്കാനായിട്ട് ഞാൻ വിടത്തില്ല എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ നീ ഒരുപാട് വൈകിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. ആ സമയം മിങ് എത്ര വൈകിയാലും കുഴപ്പമില്ല, ഈ വീട്ടിൽ നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കുക്ക് ചെയ്ത് ഞാനിവിടെ ഇരിക്കും, നിനക്ക് വേണ്ടത് എന്തും ഞാൻ തരൂ എന്ന് പറഞ്ഞിട്ട് മിങ് മറ്റെന്തോ പറയാനായിട്ട് വരാണ്. പക്ഷേ ആ സമയത്തേക്കും നമ്മുടെ ജോയുടെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് അതങ്ങ് ഓഫായി പോവുകയാണ്. ആ ഒരു ടൈമിന് തന്നെ അവനെ അഭിനയിക്കാനായിട്ട് വിളിക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ജോഷ് ഒന്ന് സ്റ്റണ്ട് ചെയ്തപ്പോഴാണ് അവൻ കൊക്കയിലേക്ക് വീണതും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവനായതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മൾ പ്രസൻറ്റിലേക്ക് വരാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പ്രസൻറ്റിൽ നിന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോയതായിരുന്നു. അങ്ങനെ 4ാമത്തെ എപ്പിസോഡ് ആയിക്കഴിഞ്ഞതും നമ്മൾ തിരിച്ച് വീണ്ടും ഫ്ലാഷ് ബാക്ക് സ്റ്റോറി മൊത്തം കഴിഞ്ഞിട്ട് പ്രസൻറ്റിലേക്ക് വരാണ്. അങ്ങനെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ മിങ്ങാണെങ്കിൽ നമ്മുടെ ജോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ തടഞ്ഞു വെച്ചിട്ട് നമ്മളിങ്ങനെ മുമ്പേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ മിങ്ങിൻ്റെ കണ്ണിൽ നമ്മുടെ 2ാമത്തെ ജോ, അതായത് നമ്മുടെ ജെയ്ക്കിനെയാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജെയ്ക്കാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നുവാണ്. എന്നാൽ മിങ്ങിന് അവിടെ ജോ ആണ് ഉള്ളതെന്നൊരു തോന്നലും ഒക്കെ വരുന്നുണ്ട്. അന്വേഷണം കാണിക്കുന്ന ജോ ആണെങ്കിൽ രാത്രി തിരിച്ച് നടന്ന് വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൻ ആ മഴയത്ത് എന്തോ ഇങ്ങനെ വിഷമമൊക്കെ കൊണ്ടിങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവിടെ വെള്ളം കെട്ടി കിടന്നതിൽ അവൻ്റെ മുഖം നോക്കുകയാണ്. നോക്കുന്ന ടൈമിന് അവിടെ നമ്മുടെ ജോയ്ക്ക് പകരം ജെയ്ക്കിനെ ആയിരുന്നു കാണുന്നത്. അങ്ങനെ അതൊക്കെ നോക്കിയ ശേഷം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിട്ട് അവനങ്ങനെ നടന്നു പോവാണ്. അവനങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവൻ്റെ അമ്മ അവിടെ തുണിയായിരുന്നു തച്ചോണ്ടിരിക്കുമായിരുന്നു. ആട്ടേനെ അവനിങ്ങനെ നനഞ്ഞിരിക്കുന്ന കണ്ടിട്ട് അവനെ പിടിച്ച് അകത്തിരുത്തിയിട്ട് ചെന്ന് ടവലൊക്കെ എടുത്തുകൊണ്ടും തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. ആ ടൈമിന് അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ നീ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ പനി പിടിക്കുമെന്ന് പറയാണ്. ആ ടൈമിന് ജോ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ഒന്നുമില്ല എന്ന് പറയാണ്. എന്നാൽ അവൻ വിഷമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് മനസ്സിലായിട്ട് അവൻ്റെ അമ്മ അവനെ സമാധാനിപ്പിച്ചിട്ട് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, ഞാനിവിടെ ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം ജോ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ട് വന്നിരിക്കുന്ന ടൈമിന് അമ്മയാണെങ്കിൽ നീ റിക്കവറായി വരുന്നേ ഉള്ളൂ, ഒരുപാട് സ്ട്രെയിനൊന്നും എടുക്കണ്ട, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞതും ജോ എന്തോ ആലോചിച്ചിട്ട് അവൻ്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ്. ലാപ്ടോപ്പ് എടുത്ത ശേഷം അവൻ സോളിനെ നോക്കുകയാണ് ഇൻ്റർനെറ്റിൽ. അവരൊക്കെ ഫേമസ് ആയതുകൊണ്ട് തന്നെ കുറേ കിട്ടുന്നുണ്ട്. അങ്ങനെ സോളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും സോള് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇനി തിരിച്ച് തായ്ലാൻഡിൽ വന്നിട്ടുള്ളൂ, അവനല്ലാത്ത ടൈമിന് മൊത്തം കൊറിയയിലായിരുന്നു എന്നറിയാണ്. അതിനുശേഷം ടോങ്ങിനെ കുറിച്ച് നോക്കിയപ്പോൾ അന്ന് ജോ ആണെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രസ് കോൺഫറൻസിന് പോകാതിരുന്നുകൊണ്ട് തന്നെ ടോങ് തന്നെ ആ മൂവിയിലെ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. ആ ഒരു മൂവി ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ ഡയറക്ടറായിരുന്ന ആളെ മാറ്റാണ്, അതിന് പകരം മറ്റൊരാളായിരുന്നു ഡയറക്ടറായിട്ട് വന്നത്. ആ ഡയറക്ടറിനെ ഫയർ ചെയ്ത് ഒഴിവാക്കി വിട്ടു. പിന്നെ ടോങ്ങിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ടോങ് മിങ്ങിൻ്റെ സിസ്റ്ററായിട്ടുള്ള മെയ്യിനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഹാപ്പിയായിട്ട് ജീവിച്ചു പോവാണ്. അതിനുശേഷം അവൻ മിങ്ങിനെ നോക്കുകയാണ്. പക്ഷേ മിങ്ങിനെ നോക്കുന്ന ടൈമിന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 6 മാസമായിട്ട് മിങ് സിനിമയിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ്. സിനിമയിലും ഒന്നിലും താല്പര്യം ഉണ്ടാകത്തിരുന്ന മിങ് ഒറ്റയടിക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നടനായിട്ടിരിക്കുകയാണ്. അവൻ സിനിമയിലും ആഡ്സിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവുകയാണ്. ആ ഒരു ടൈമിന് ജോയുടെ മനസ്സിൽ എന്തോ വന്നിട്ട് അവനാണെങ്കിൽ റെഡിയായിട്ട് അവൻ്റെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ എപ്പോഴും ഒരു കീ ആണെങ്കിൽ അവനവിടെ ഫ്രണ്ടിലുള്ള ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചേക്കും. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ കീ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കീ എടുത്തിട്ട് അവൻ ഡോറ് തുറക്കാൻ ചെല്ലാണ്. അങ്ങനെ ഡോറ് തുറക്കാൻ ചെന്നതും പെട്ടെന്ന് വീടിൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ആവുകയാണ്. അങ്ങനെ ലൈറ്റ് ഓൺ ആയതും അവൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ പതുക്കെ എത്തി നോക്കിയപ്പോൾ വീടിൻ്റെ അകത്ത് മിങ് ഉണ്ടായിരുന്നു. മിങ് ഫുഡ് കുക്ക് ചെയ്തിട്ട് ആ ഫുഡ് കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ച ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മിങ് ആക്ച്വലി ജോ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ നമ്മുടെ ജോ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ആഗ്രഹമാണ് അവൻ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ കുക്ക് ചെയ്ത് അവനെ വെയിറ്റ് ചെയ്ത് ഒരാൾ ഇരിക്കണമെന്നുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടതുമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മിങ് ഇപ്പോൾ ആ ഒരു ആഗ്രഹം സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജോയ്ക്ക് വേണ്ടി ഫുഡും കുക്ക് ചെയ്ത് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജോ മിങ്ങിനെ നോക്കിയ ശേഷം അവനിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അറിയാതെ നമ്മുടെ ജോയുടെ കൈ തട്ടിയിട്ട് അവ ഇരുന്ന ആ ഒരു ഡോറിൽ
തട്ടുകൊണ്ട് സൗണ്ട് കേൾക്കാണ്. ആ സമയം അത് ശ്രദ്ധിച്ചിട്ട് മിങ്ങാണെങ്കിൽ അതാരാ ജോയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനിങ്ങനെ എഴുന്നേക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ്. മിങ് ജോ നീയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് എത്തി നോക്കുന്നുണ്ട്. കണ്ടിട്ട് മിങ് ജോയ്ക്ക് വേണ്ടിയിട്ട് ഡെയിലി വെയിറ്റ് ചെയ്തിരിപ്പാണെന്നാണ് തോന്നുന്നത്. 2 വർഷം കഴിഞ്ഞു എന്നിട്ടും അവനായിട്ട് കാത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ മിങ് കാരണമാണ് സത്യത്തിൽ ജോ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. മിങ് അന്ന് ജോയിനെ പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ജോ ആ പ്രസ് കോൺഫറൻസിന് പോയേനെ. ഇങ്ങനെ പൂട്ടിയിട്ടതും കൊണ്ടാണ് നമ്മുടെ ജോയുടെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ വന്നത്. ആ ഒരു ഇതുകൊണ്ടാണ് അവന് മറ്റൊരിടത്തും ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നത്. മറ്റൊരു കമ്പനി അവനെ എടുക്കത്തില്ല എന്ന് മനസ്സിലായിട്ട് ആ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ കമ്പനി ഇല്ലീഗലാണ്, അവർക്ക് ലൈസൻസ് ഇല്ലെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ടേക്ക് ചെന്നതും അവനിങ്ങനെ ഒരു അപകടം പറ്റിയതും എല്ലാം മിങ് ഒരാൾ കാരണം സംഭവിച്ചതാണ്. എനിക്കെന്തോ മിങ് എത്ര പ്രായശ്ചിത്തം ചെയ്താലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റും തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി മിങ്ങിനോട് ഭയങ്കര ദേഷ്യമുണ്ട്. മിങ് ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. മിങ്ങിന് എന്തൊക്കെ ചെയ്താലും എനിക്ക് മിങ്ങിനോടൊരിഷ്ടം തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളും കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു. ബൈ.